Hi, welcome to Lash Class. BA English second semester reading fictionile ദ 1 million pound ബാങ്ക് നോട്ട് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. ഫേമസ് അമേരിക്കൻ റൈറ്റർ മാർക്ക് ട്വെയിൻ എഴുതിയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ്. നമ്മളിവിടെ ആ സ്റ്റോറിയുടെ ഒരു സമ്മറിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയുടെ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ഈ സ്റ്റോറിയുടെ സമ്മറി നോക്കാം. The 1 million pound banknote by Mark Twain is a satirical story that explores themes of wealth, social perception and personal identity. 1 million pound banknote എന്നത് മാർക്ക് ട്വെയിൻ എഴുതിയിട്ടുള്ളൊരു സറ്റൈറിക്കൽ സ്റ്റോറിയാണ്, അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിലുള്ള കഥയാണ്. ഈ കഥയിൽ സമ്പത്തിനെ കുറിച്ചിട്ടുള്ള സമൂഹത്തിൻ്റെ ധാരണ, അതുപോലെ തന്നെ സമ്പത്തും ഒരാളുടെ വ്യക്തിത്വവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ടുള്ള തീമുകളാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. The story is structured as a first-person narrative, with the protagonist Henry Adams sharing an extraordinary experience that changed his life. ഇനി ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലാണ്, അതായത് ഇതിലെ ക്യാരക്ടർ തന്നെയാണ് കഥ പറയുന്നത്. ഈ സ്റ്റോറിയിലെ പ്രൊട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഹെൻറി ആഡംസ് അയാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു അസാധാരണമായ ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഈ കഥയിൽ വിവരിക്കുന്നത്. Henry Adams, a 27-year-old clerk in San Francisco, was leading a normal and content life. ഇനി ഈ സ്റ്റോറിയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ഹെൻറി ആഡംസ് 27 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനായിരുന്നു. അയാൾ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ എന്ന നഗരത്തിൽ ഒരു ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ്. പൊതുവിൽ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതമാണ് അയാൾ നയിച്ചുകൊണ്ടിരുന്നത്. ഹീ ഈസ് യൂസ് ടു സെയിൽ എ ബോട്ട് ഓൺ വീക്കെൻഡ്സ്. ഇനി അയാളുടെ ജോലി സമയം കഴിഞ്ഞിട്ട് ഒഴിവ് ദിവസങ്ങളിൽ അയാൾ ബോട്ടിങ്ങിന് പോകുന്നൊരു സ്വഭാവം അയാൾക്ക് ഉണ്ടായിരുന്നു. One day, he ventured too far and was stranded at sea. അങ്ങനെ ഒരു ദിവസം അയാൾ ബോട്ടിങ്ങിന് പോയ സമയത്ത് ഒരുപാട് ദൂരം കടന്നു പോവുകയും അങ്ങനെ അയാൾ ഉൾക്കടലിൽ അകപ്പെടുകയും ചെയ്യുന്നു. ഹി വാസ് റെസ്ക്യൂഡ് ബൈ എ ഷിപ്പ് ബൗണ്ട് ഫോർ ലണ്ടൻ. അങ്ങനെ കടലിൽ അകപ്പെട്ടു പോയിട്ടുള്ള ഇയാളെ അതുവഴി ലണ്ടനിലേക്ക് പോവുകയായിരുന്ന ഒരു കപ്പലാണ് രക്ഷിക്കുന്നത്. However, he had to work as a common sailor on the ship without pay. അങ്ങനെ ആ കപ്പലിൽ ഇയാളെ അവർ കയറ്റി ഇയാൾക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട്. അതിന് പകരമായിട്ട് ഒരു ജോലിക്കാരനായിട്ട് അയാൾക്ക് കപ്പലിൽ നിൽക്കേണ്ടി വരുന്നുണ്ട്. അതിന് അയാൾക്ക് അവർ സാലറി ഒന്നും കൊടുക്കുന്നില്ല. Thus, he arrived in London in rags and without a penny. അങ്ങനെയാണ് നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയിൽ സന്തോഷകരമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹെൻറി ആഡംസ് മുഷിഞ്ഞ വസ്ത്രങ്ങളും കയ്യിൽ 5 പൈസയും ഇല്ലാതെ ലണ്ടനിൽ എത്തിപ്പെടുന്നത്. With nowhere to go, he wanders the streets of London. അങ്ങനെ ലണ്ടനിലെത്തിയ നമ്മുടെ ഹെൻറി ആഡംസ് തിരിച്ചു പോകാനുള്ള വണ്ടിക്കാശും കയ്യിലില്ലാതെ, ഭക്ഷണം വാങ്ങാനോ അതുപോലെ തന്നെ റൂം എടുക്കാനോ ഒന്നിനും പൈസ ഇല്ലാതെ ഇങ്ങനെ ഒരു ഭിക്ഷക്കാരനെ പോലെ ഇങ്ങനെ ലണ്ടനിലെ തെരുവിൽ അലയുകയാണ്. സ്റ്റാവിങ് ആൻഡ് ഡെസ്പെറേറ്റ്, ഹി നോട്ടീസസ് എ ഡിസ്കാർഡഡ് പെയർ ഇൻ ദ ഗട്ടർ. അങ്ങനെ വിശന്ന് വലഞ്ഞ് നടക്കുന്ന സമയത്താണ് ഒരു കുട്ടി ഒരു ഫ്രൂട്ട് കടിച്ചുകൊണ്ട് ഗട്ടറിലേക്ക് ഇടുന്നത് അയാൾ കാണുന്നത്. അതെടുത്തിട്ട് കഴിക്കണം എന്ന് അയാൾക്ക് അത്രയും വിശന്നിരിക്കുന്ന അവസ്ഥയിൽ തോന്നുന്നു. ബട്ട് ഹി ഹെസിറ്റേറ്റ്സ് ടു ടേക്ക് ഇറ്റ് ഔട്ട് ഓഫ് ഷെയിം ആൻഡ് വെയിറ്റ്സ് ഫോർ എ ഡിസ്ക്രീറ്റ് മൊമെൻറ്റ്. പക്ഷേ അങ്ങനെ ആളുകൾ നോക്കി നിൽക്കുന്ന സമയത്ത് ഗട്ടറിൽ നിന്ന് അടുത്തെടുത്ത് കഴിക്കാൻ അയാൾക്കൊരു മടിയുണ്ട്. അപ്പോൾ ആരും കാണാത്ത ഒരു നിമിഷം വരാൻ വേണ്ടി അയാൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ആരും കാണാതെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അയാൾ ഇങ്ങനെ അവിടെ നടത്തുന്നത്. At that moment, he catches the attention of 2 eccentric wealthy brothers watching from a window. ഈ സമയത്ത് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിലെ ജനലിലൂടെ 2 സഹോദരങ്ങൾ, വളരെ സമ്പന്നരും അതുപോലെ തന്നെ കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള, അതായത് അസാധാരണമായിട്ടുള്ള സ്വഭാവമുള്ള 2 സഹോദരങ്ങൾ ഇയാൾ ഇവിടെ കിടന്നിട്ട് ആ ഗട്ടറിൽ നിന്ന് പഴം എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ആ ജനലിലൂടെ കാണുന്നു. They invite him to their apartment and give him an envelope. അവർ ഇയാളെ അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിക്കുന്നു. അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഇയാൾക്ക് അവിടുന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടും എന്നുള്ള പ്രതീക്ഷയ്ക്കാണുള്ളത്. പക്ഷേ അയാൾക്ക് അവിടുന്ന് ഒരു കവറാണ് അവർ കൊടുക്കുന്നത്. ഹെൻറി ലേറ്റർ ലേൺസ് ദാറ്റ് ദ ബ്രദേഴ്സ് ഹാഡ് മെയ്ഡ് എ ബെറ്റ്. ഇനി ആ കവർ കൊടുത്തതിന് പിന്നിലുള്ള കഥ ഹെൻറി പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ഈ സഹോദരങ്ങൾ തമ്മിൽ ഒരു ബെറ്റ് വെച്ചിരിക്കുകയാണ് ഉണ്ടാവുന്നത്.
It was regarding a £1,000,000 note that the central bank made for a special purpose and left unused. ഇവർ ബെറ്റ് വെച്ചിരിക്കുന്നത് ഒരു £1,000,000 നോട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. UK സെൻട്രൽ ബാങ്ക് സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി, അഥവാ ഈ ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു £1,000,000 10 ലക്ഷം പൗണ്ടിൻ്റെ ഒരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നോട്ട് മാത്രമാണ് ആ രാജ്യത്ത് അവശേഷിക്കുന്നത്, അത് ആ ബാങ്കിലാണുള്ളത്. അതിനെ പറ്റിയിട്ടാണ് ഇവർ തമ്മിൽ ബെറ്റ് വെച്ചിരിക്കുന്നത്. One brother argued that a poor stranger given a £1,000,000 banknote would fail to survive for a month as he couldn't cash it without suspicion. ഒരു ബ്രദർ പറയുന്നത്, ഒരു പുവർ സ്ട്രേഞ്ചർ, ലണ്ടൻ നഗരത്തിൽ പരിചയക്കാരൊന്നുമില്ലാത്ത പാവപ്പെട്ട ഒരാൾക്ക് ഈ £1,000,000 നോട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, ഒരു മാസം പോലും അയാൾക്ക് അത് വെച്ചിട്ട് ജീവിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു നോട്ട് ഒരേ ഒരെണ്ണമാണ് ആ രാജ്യത്തുള്ളത്. മാത്രമല്ല £1,000,000 എന്ന് പറയുന്നത് ഇന്ത്യൻ മണിയിലേക്ക് ആക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ 10 കോടി രൂപയോളാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ ഇത്ര വലിയൊരു നോട്ട് അയാൾക്ക് എവിടെയും പോയി ചേഞ്ച് ചെയ്യാനോ മറ്റൊന്നും സാധിക്കില്ല. ഇനി ബാങ്കിലൊക്കെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭിക്ഷക്കാരനെ പോലുള്ള ആളുടെ അടുത്ത് ഈ ഒരു നോട്ട് വരാൻ സാധ്യതയില്ല, ഇയാൾ അത് മോഷ്ടിച്ചായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അയാൾ അറസ്റ്റിലാവപ്പെടുകയൊക്കെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് അയാൾക്ക് അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവില്ല, അയാൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ് ഒരു ബ്രദർ പറയുന്നത്. The other brother insisted he could. And he took the note from the bank to test the theory. എന്നാൽ മറ്റേ ബ്രദർ പറയുന്നത് ആ നോട്ട് കൊണ്ട് അയാൾക്ക് ജീവിക്കാൻ പറ്റും എന്നാണ്. അത് തെളിയിക്കാൻ വേണ്ടിയിട്ട്, ഒരു പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് അയാൾ ബാങ്കിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് ആ നോട്ട് വാങ്ങുന്നു. ദ ഡീം ഹെൻറി ദ പെർഫെക്റ്റ് ടെസ്റ്റ് സബ്ജക്റ്റ്. അങ്ങനെ അവർ ഇങ്ങനെ ഒരു ലണ്ടൻ നഗരത്തിൽ പരിചയക്കാരൊന്നുമില്ലാത്ത സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു പാവപ്പെട്ട ആളെ ഇങ്ങനെ ഈ ടെസ്റ്റ് നടത്താൻ വേണ്ടി നോക്കിയിരിക്കുന്ന സമയത്താണ് ഹെൻറി ഇവിടെ ഇങ്ങനെ ആ കുട്ടി കഴിച്ച ഫ്രൂട്ട് എടുക്കാൻ വേണ്ടി ഗട്ടറിൻ്റെ അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇയാൾ തന്നെയാണ് ഈ ടെസ്റ്റിന് യോജിച്ച ആൾ എന്നുള്ള രീതിയിലാണ് അവർ ഹെൻറിക്ക് ആ കവർ കൊടുക്കുന്നത്. Unaware of their scheme, Henry panics upon opening the envelope and seeing the note, assuming a mistake. ഇനി ഈ ബെറ്റ് വെച്ച കഥയൊക്കെ ഹെൻറിക്ക് പിന്നീടാണ് മനസ്സിലാവുന്നത്. ഈ കവർ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഹെൻറിക്ക് ഇതൊന്നും അറിയില്ല. ആ സമയത്ത് ഇയാൾ കവർ തുറന്നു നോക്കുമ്പോൾ ഈ വലിയൊരു നോട്ടാണ് കാണുന്നത്. അത് കണ്ടിട്ട് അയാൾ ആകെ ടെൻഷനാവുന്നു. കാരണം അവർ ചെറിയ ഒരു നോട്ട് തരുന്നതിന് പകരം മിസ്റ്റേക്ക് ആയിട്ടായിരിക്കും ഈ കവറിൽ ഇത് വെച്ചിട്ടുണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ഇയാൾ അന്വേഷിച്ച് പോലീസ് വരും, ആകെ പ്രശ്നമാവും എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾ വിചാരിക്കുന്നത്. ഹി റഷസ് ബാക്ക് ടു റിട്ടേൺ ഇറ്റ് ബട്ട് ഫൈൻഡ്സ് ദ ബ്രദേഴ്സ് ആർ ഗോൺ. അപ്പോൾ അതിനു മുമ്പ് അവർ പോലീസിലൊക്കെ പോയി പരാതി കൊടുക്കുന്നതിന് മുമ്പ് നേരിട്ട് അവർക്ക് പോയി കൊടുക്കാമെന്ന് കരുതിക്കൊണ്ട് ഇയാളെ കവറുമായിട്ട് തിരിച്ച് ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ചെല്ലുന്ന സമയത്ത് ആ ബ്രദേഴ്സ് അവിടെ ഇല്ല എന്നാണ് അയാൾ കാണുന്നത്. ദ സെർവൻറ്റ് അഷ്യൂസ് ഹിം നോ എറർ വാസ് മെയ്ഡ്. അവിടെ സെർവൻറ്റിനെ കാണുന്ന സമയത്ത് ഹെൻറി പറയുന്നുണ്ട്, ഞാനിവിടെ തിരിച്ചു വന്നിരുന്നു, പേടിക്കൊന്നും വേണ്ട, ഒക്കെ സേഫാണ്, എൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെ ഹെൻറി സെർവൻറ്റിൻ്റെ അടുത്ത് പറയുന്നു. സെർവൻറ്റ് പറയുന്നു, നിങ്ങൾ തിരിച്ചു വരുമെന്നുള്ള കാര്യം ബ്രദേഴ്സ് പറഞ്ഞിരുന്നു, പേടിക്കൊന്നും വേണ്ട, മിസ്റ്റേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല, അവർ 1 മാസം കഴിഞ്ഞിട്ട് വരും, 1 മാസം കഴിഞ്ഞിട്ട് കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് സെർവൻറ്റ് ഹെൻറിയോട് പറയുന്നു. ഹെൻറി then reads the enclosed letter which explains the note is a 30-day interest-free loan and promises a gift if he wins the bet. ഈ സമയത്താണ് ആ കവറിൽ നോട്ട് കൂടാതെ ഒരു കത്ത് കൂടി ഉണ്ടെന്നുള്ള കാര്യം ഹെൻറി കാണുന്നത്. ഹെൻറി ആ കത്തെടുത്ത് വായിച്ച് നോക്കുന്ന സമയത്താണ് ഈ £1,000,000 നോട്ട് അവർ ഹെൻറിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ലോണാണ്, കടമായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇൻട്രസ്റ്റ് ഒന്നും വേണ്ട, പലിശ ഒന്നും വേണ്ട, 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു തന്നാൽ മതി എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ 1 മാസം കഴിഞ്ഞിട്ട് ഇത് തിരിച്ചു കൊണ്ടുവന്ന് അയാൾ ആ ബെറ്റിൽ ജയിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു ഗിഫ്റ്റ്, നല്ലൊരു ഗിഫ്റ്റ് തരുമെന്നുള്ള കാര്യം കൂടി ആ കത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഡെസ്പെറേറ്റ്, ഹെൻറി വിസിറ്റ്സ് എ ഹംബിൾ റെസ്റ്റോറൻറ്റ്. അങ്ങനെ വിശന്ന് വലിഞ്ഞ് നടക്കുന്ന നമ്മുടെ ഹെൻറി ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നപ്പോൾ പൈസ കിട്ടിയ സ്ഥിതിക്ക് അയാൾ വലിയ റെസ്റ്റോറൻറ്റിലേക്കൊന്നും പോകുന്നില്ല. കാരണം അത് തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണെന്ന് അയാൾക്ക് അറിയാം. അപ്പോൾ അധികം പൈസ ഒന്നും ചിലവാക്കണ്ട എന്ന് കരുതിയിട്ട് അയാൾ ചെറിയൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നു. When he tries to pay with the note, the shocked owner, unable to provide change, assumes he is an eccentric millionaire and offers him credit. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് ഇയാൾ പൈസ കൊടുക്കാൻ നേരത്ത് £1,000,000 നോട്ട് എടുത്തിട്ടാണ് വീശുന്നത്. സ്വാഭാവികമായിട്ടും ആ ഷോപ്പിൻ്റെ ഓണർ ഇത് കാണുന്ന സമയത്ത് ആകെ ബോധം പോകുന്നു. എങ്ങനെയാണ് ഇത്ര വലിയ പൈസയ്ക്ക് ബാക്കി കൊടുക്കുക എന്ന് അയാൾക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അയാൾ വിചാരിക്കുന്നു ഇയാൾ വലിയ ഏതോ ഒരു പൈസക്കാരനായിരിക്കും, എന്നിട്ട് ആൾക്ക് പൈസ കൂടിയിട്ട് ഭ്രാന്തായതായിരിക്കും. നമ്മൾ മുതലാളിക്ക് ഭ്രാന്തായി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു കേസായിരിക്കും ഇയാൾ എന്നാണ് നമ്മുടെ കടക്കാരൻ വിചാരിക്കുന്നത്.
അപ്പോൾ എന്നിട്ട് അയാൾ പറയുന്നു കുഴപ്പമില്ല, പൈസ പിന്നെ തന്നാൽ മതി എന്നൊക്കെ പറയുന്നു. ഹെൻറി എന്നിട്ട് ഞാൻ പിന്നെ എപ്പോഴാണ് വരിക എന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ ഇതല്ലാതെ വേറെ പൈസ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ആ കടക്കാരൻ പറയുന്നു, എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചോളൂ, ഞാൻ ഇവിടെ എഴുതി വെച്ചോളാം പറ്റായിട്ട്, ലാസ്റ്റ് ഒരുമിച്ച് കൊടുത്താൽ മതി എന്ന് പറയുന്നു. കാരണം ഇയാളിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, അപ്പോൾ നല്ലൊരു ബിസിനസ് കിട്ടുമെന്നുള്ള രീതിയിൽ ആ കടക്കാരൻ ഇയാൾക്ക് ഇങ്ങനെ അവിടെ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു. എംബോൾഡൻഡ്, ഹെൻറി ഗോസ് ടു എ ടൈലർ ഷോപ്പ് ആൻഡ് ആസ്ക്സ് ഫോർ ഡിസ്കാർഡഡ് ക്ലോത്ത്സ് ടെല്ലിംഗ് ദേ വുഡൻറ്റ് ഹാവ് ചേഞ്ച് ഇഫ് യു വാണ്ടഡ് ടു ബൈ ന്യൂ ക്ലോത്ത്സ്. അപ്പോൾ ഈ ഒരു സംഭവം കഴിയുമ്പോൾ ഹെൻറിക്ക് ചെറിയൊരു ധൈര്യമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ ഈ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് നല്ലൊരു ഡ്രസ്സ് വാങ്ങാം എന്നാണ് അയാൾ വിചാരിക്കുന്നത്. ഒരു ടൈലർ ഷോപ്പിൻ്റെ പരിസരത്ത് കൂടെ ഇങ്ങനെ ഇയാൾ ഇതും വിചാരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവസാനം അയാൾ ആ ടൈലർ ഷോപ്പിൽ കയറിക്കൊണ്ട് ഇവിടെ ഡിസ്കാർഡ് ക്ലോത്ത് ഏതെങ്കിലും ഉണ്ടോ, നിങ്ങൾ തയ്ച്ച സമയത്ത് അളവ് തെറ്റിയതോ അല്ലെങ്കിൽ കീറിയതോ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാത്ത ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തരണം, കാരണം എനിക്ക് ഡ്രസ്സ് വാങ്ങണമെന്നുണ്ട്, പക്ഷേ ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള പൈസയ്ക്ക് നിനക്ക് ചേഞ്ച് തരാൻ പറ്റില്ല എന്നാണ് ഹെൻറി അവരുടെ അടുത്ത് പറയുന്നത്. The staff mocks him, saying they wouldn't have a problem changing his meager note. ഇത് കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ടൈലർ ഷോപ്പിലെ ആള് ഹെൻറിയെ കളിയാക്കുന്നു. പിന്നെ ഈ പിച്ചക്കാരൻ്റെ കയ്യിലുള്ള പൈസയ്ക്കാണോ നമുക്ക് ചേഞ്ച് കൊടുക്കാൻ പറ്റാത്തത്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ കളിയാക്കുന്നു. ഇവിടെ എത്ര ചേഞ്ച് വേണമെങ്കിലും ഉണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. Then, but upon seeing the note, the clerk and his boss scrambled to outfit Henry in lavish suits on credit, eager for business. അപ്പോൾ നേരത്തെ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായ പോലെ തന്നെ ഹെൻറി അവിടെ ആ 1 മില്യൺ പൗണ്ടിൻ്റെ നോട്ട് എടുത്തിട്ട് വീശുകയാണ്. അത് കാണുന്ന സമയത്ത് ഈ ടൈലർ ഷോപ്പിലെയും അവിടുത്തെ ഓണറുടെയും അതുപോലെ സ്റ്റാഫിൻ്റെയും ബോധം പോവുകയാണ്. ഇത്രയും വലിയൊരു നോട്ടോ, ഇത് മറ്റേ ആൾ പറഞ്ഞതുപോലെ തന്നെ മുതലാളിക്ക് ഭ്രാന്തായി എന്ന് പറയുന്ന പോലത്തെ ഒരു കേസാണ് എന്ന് അവരും വിചാരിക്കുന്നു. എന്നിട്ട് അവരും നമ്മുടെ റെസ്റ്റോറൻറ്റിലെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ഡ്രസ്സ് വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് അയാളുടെ അളവൊക്കെ അവരെടുക്കുന്നു. പൈസ ഒന്നും ഇപ്പോൾ തന്നില്ലെങ്കിൽ കുഴപ്പമില്ല, പൈസ പിന്നെ തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരും എന്താണ് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ആളുടെ ഒരു കസ്റ്റമറായിട്ട് ബിസിനസ് കിട്ടും എന്നുള്ള രീതിയിൽ അവരും ഹെൻറിക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി തയ്യാറാവുന്നു. The same happens everywhere he goes. പിന്നെ നമുക്ക് പറയേണ്ടതില്ല, ഹെൻറി എവിടെ പോയി കഴിഞ്ഞാൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഹെൻറി എവിടെ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു, 1 മില്യൺ പൗണ്ടിൻ്റെ നോട്ട് എടുത്തിട്ട് വീശുന്നു, മുതലാളിയുടെ ബോധം പോകുന്നു. എന്നിട്ട് അവർ പറയുന്നു പൈസ ഒന്നും വേണ്ട, പൈസ പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹെൻറിക്ക് എവിടെ പോയി കഴിഞ്ഞാൽ എന്തും കിട്ടും എന്നുള്ളൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുന്നത്. ആൻഡ് ഹെൻറി ബിക്കംസ് എ ലോക്കൽ സെലിബ്രിറ്റി. സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു സംഭവം ആളുകൾ ഇങ്ങനെ പറയുകയും ഹെൻറി ഇങ്ങനെ പതുക്കെ അവിടുത്തെ സെലിബ്രിറ്റിയെ പോലെ ആവുകയും ചെയ്യുന്നു. A luxury hotel offers him free suite and newspapers speculate widely about his fortune. അങ്ങനെ അവിടെയുള്ളൊരു ലക്ഷറി ഹോട്ടൽ ഹെൻറിക്ക് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു റൂമൊക്കെ നൽകുന്നു. അവരും ഇത് പറയുന്ന പോലെ തന്നെയാണ്, പൈസ ഒന്നും ഇപ്പോൾ തരണ്ട, പൈസ പിന്നെ തന്നാൽ മതി എന്നൊക്കെയാണ് അവരും പറയുന്നത്. പതുക്കെ അവിടുത്തെ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ ഹെൻറിയെ കുറിച്ചിട്ടുള്ള വാർത്ത വരാൻ തുടങ്ങി. മുതലാളിക്ക് ഭ്രാന്തായി എന്ന് പറയുന്ന പോലത്തെ വാർത്തയാണ് വരുന്നത്. ഇയാൾ 1 മില്യൺ പൗണ്ടിൻ്റെ നോട്ടാണ് പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ അയാളുടെ സ്വത്ത് എത്രമാത്രം ഉണ്ടായിരിക്കും എന്ന രീതിയിലേക്കാണ് പത്രങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയും എഴുതി പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ആദ്യം ബാക്ക് പേജിലൊക്കെ ആയിരുന്നു വാർത്ത വന്നിരുന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രണ്ട് പേജിലൊക്കെ ഹെൻറിയെ കുറിച്ചിട്ടുള്ള വാർത്ത വരുന്ന രീതിയിൽ അയാൾ അത്രയും പോപ്പുലറായിട്ട് മാറുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അയാൾ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നത് 1 മില്യൺ പൗണ്ടാണ്. അപ്പോൾ അയാളുടെ വീട്ടിൽ എത്രമാത്രം പൈസ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത്. Soon, his reputation alone grants him access to wealth and privilege without having to use a note. പിന്നെ ഹെൻറിക്ക് എവിടെ പോയി കഴിഞ്ഞിട്ടും ഈ നോട്ട് എടുത്ത് വീശേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം ഹെൻറിയെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഹെൻറി ആണെങ്കിൽ ആ ഒരു ത്രില്ലിന് വേണ്ടിയിട്ട് ഈ പഴയ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചിട്ട് പോയിട്ട് ഈ നോട്ടൊക്കെ ഒന്ന് വീശിയിട്ട് അവരെ വർപ്പിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും പിന്നീട് സാധിക്കുന്നില്ല. ഹെൻറിയെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് അറിയാം, ഇതാ പൈസക്കാരനാണെന്നുള്ള രീതിയിൽ ഹെൻറിക്ക് എവിടെ പോയാലും എന്തും കിട്ടും എന്നുള്ളൊരു സിറ്റുവേഷനാണ് അവിടെ ഉണ്ടാവുന്നത്. However, Henry avoids unmanageable debt. അങ്ങനെ എവിടെ പോയി കഴിഞ്ഞാലും അയാൾക്ക് കടം കിട്ടും എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അയാൾ അധികം ഒന്നും കടം വാങ്ങി കൂട്ടാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നുണ്ട്. നോവിങ് ദ മില്യൺ പൗണ്ട് നോട്ട് ഈസ് ഓൺലി എ ലോൺ ഹി മസ്റ്റ് റിട്ടേൺ, ഹി പ്ലാൻസ് ടു സെക്യൂർ എ ജോബ് ആസ് ഹിസ് ഗിഫ്റ്റ് ആഫ്റ്റർ വിന്നിങ് ദ ബെറ്റ്. കാരണം അയാൾക്കറിയാം 1 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആകെ കടം വാങ്ങി കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാളാകെ പ്രശ്നത്തിലാവും. അപ്പോൾ ഹെൻറി വിചാരിക്കുന്നത് ഒരു ഗിഫ്റ്റ് തരും എന്നവർ പറഞ്ഞിട്ടുണ്ട്. അവരെന്തായാലും വലിയ പൈസക്കാരാണ്. കാരണം
ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്ക് 1 മില്യൻ്റെ നോട്ടൊക്കെ എടുത്ത് കൊടുക്കുന്ന ആളുകളാണ് ആ ബ്രദേഴ്സ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ അത്രയും പണക്കാരായിരിക്കും. അപ്പോൾ ഈ ബെറ്റ് ജയിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഒരു ജോലി ചോദിക്കാം, ഗിഫ്റ്റായിട്ട് ഒരു ജോലി ചോദിക്കാം. അങ്ങനെ പിന്നെ ആ സാലറി വെച്ചിട്ട് ഈ കടമൊക്കെ വീട്ടാം. അപ്പോൾ അധികം ഒന്നും കടം വാങ്ങണ്ട, മാനേജ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ജീവിച്ചാൽ മതി എന്ന് ഹെൻറി വിചാരിക്കുന്നു. He calculates needing at least a 30 pound yearly salary to repay creditors gradually. അപ്പോൾ ആൾ വിചാരിക്കുന്നത് ഒരു 300 പൗണ്ട് സാലറി ഒക്കെ ഉണ്ടെങ്കിൽ ഈ കടമൊക്കെ അയാൾക്ക് കുഴപ്പമില്ലാതെ വീട്ടാം, 1-2 വർഷം കൊണ്ടൊക്കെ കടം വീട്ടിയെടുക്കാൻ പറ്റും, കുഴപ്പമില്ല എന്ന് അയാൾ ഇങ്ങനെ വിചാരിക്കുന്നു. Though Henry remains cautious, his new status begins to affect him. അപ്പോൾ ഇത്തരത്തിൽ ഈ പണം ചെലവാക്കുന്ന കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ അയാൾ കാണിക്കുന്നുണ്ടെങ്കിലും ഈ പണം വന്നതിൻ്റെ ഒരു അഹങ്കാരം പോലെ ഒരു സംഭവങ്ങളൊക്കെ ഹെൻറിക്ക് പതുക്കെ വന്നു തുടങ്ങുന്നുണ്ട്. At an aristocratic dinner, he boldly argues with the Duke over customary precedence, revealing how the illusion of wealth inflates his confidence. ഒരു അരിസ്റ്റോക്രാറ്റിക് ഡിന്നറിൽ, അവിടുത്തെ അംബാസഡറും മറ്റു ആളുകളൊക്കെ പങ്കെടുക്കുന്ന ഒരു ഡിന്നറിൽ ഹെൻറി പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ഒരു ഡ്യൂക്കായിട്ട്, ഒരു പ്രഭുവായിട്ട് ഹെൻറി തർക്കത്തിലാവുന്നു. അവിടുത്തെ കസ്റ്റമറി പ്രസിഡൻസിന് വേണ്ടിയിട്ട്, അതായത് ഡിന്നർ കഴിക്കാനിരിക്കുന്ന സമയത്ത് സെൻട്രൽ ആരിയ്ക്കും എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഹെൻറി അവിടെ ഒരു ഡ്യൂക്കായിട്ട് അവിടെ തർക്കത്തിലാവുന്നത്. അപ്പോൾ സാധാരണഗതിക്ക് നമുക്കറിയാം അവിടെ പങ്കെടുക്കുന്ന ആളുകളിൽ ഏറ്റവും ഉയർന്ന പദവിയുള്ള ആളാണ് സെൻട്രലിൽ ഇരിക്കുക. അപ്പോൾ ഡ്യൂക്ക് പറയുന്നത് അയാളാണ് പ്രഭു, അയാൾ ഇരിക്കുന്നുള്ളതാണ്. അപ്പോൾ ഹെൻറി പറയുന്നത് ഞാനാണ് വലിയ പൈസക്കാരൻ, എൻ്റെ ഫോട്ടോ ഒക്കെ പേപ്പറിൽ വന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് സെൻട്രലിൽ ഇരിക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പൈസക്കാരനായതിൻ്റെ ചെറിയൊരു എഫക്റ്റ് ഹെൻറിയിൽ വരുന്നതും നമ്മൾ കാണുന്നുണ്ട്. During the event, he befriends Portia, a smart and pretty English woman. ഇനി അതേ ഡിന്നറിൽ വെച്ച് തന്നെയാണ് ഹെൻറി പോർഷ്യ എന്നു പേരുള്ള ഒരു ഇംഗ്ലീഷ് യുവതിയെ കാണുന്നതും അവരുമായിട്ട് പരിചയത്തിലാവുന്നതും. He confides in her about the note and his practical plans to live on a salary. അപ്പോൾ ഈ യുവതിയോട് ഹെൻറിക്ക് ഒരു താല്പര്യം തോന്നുകയും അവളുമായിട്ട് അടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാന്നതിൻ്റെ ഭാഗമായിട്ട് അയാൾ പറയുന്നു, നിങ്ങൾ കരുതുന്ന പോലെ ഞാൻ അത്ര വലിയ പണക്കാരനൊന്നുമല്ല, ഇങ്ങനെ ഒരു ബെറ്റിൻ്റെ പേരിൽ ആണ് എനിക്ക് ഈ പൈസ കിട്ടിയിട്ടുള്ളത്, അത് 1 മാസം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കാനുള്ളതാണ്, അത് കഴിഞ്ഞിട്ട് എനിക്കൊരു ജോലി കിട്ടും, ആ ഒരു സാലറിയൊക്കെ വെച്ചിട്ട് ജീവിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് അയാൾ പറയുന്നു. She admires his pragmatism and they fall in love. അപ്പോൾ ഇയാൾ ശരിക്കും പൈസക്കാരനൊന്നും അല്ല എന്ന് അറിയുമ്പോൾ അയാൾ ഉപേക്ഷിച്ച് പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഇത്ര വലിയ പൈസ കയ്യിൽ കിട്ടിയിട്ടും അയാൾ ദൂർത്തടിച്ച് അത് ചിലവാക്കാതെ ഒരു ജോലി അതിൽ നിന്ന് നേടിക്കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കണം എന്നുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ചിന്തയൊക്കെ ഇയാൾക്കുണ്ട് എന്നുള്ള കാര്യമാണ് ഈ പോർഷ്യ കാണുന്നത്. അത് അവൾക്ക് ഇഷ്ടപ്പെടുകയും അങ്ങനെ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. She also promises to accompany him to meet the brothers when it's time. കൂടാതെ 1 മാസം കഴിഞ്ഞിട്ട് ആ നോട്ട് തിരിച്ചു കൊടുക്കാൻ പോകുന്ന സമയത്ത്, ആ ബ്രദേഴ്സിനെ കാണാൻ പോകുന്ന സമയത്ത് അവൾ കൂടെ വരാമെന്ന് അവൾ നമ്മുടെ ഹെൻറിയോട് പറയുന്നു. Henry also meets Lloyd Hastings, a former colleague from America who came to London with a failing mining venture. ഇനി ആ ഡിന്നറിൽ വെച്ചിട്ട് ലോയിഡ് ഹേസ്റ്റിങ്സ് എന്നൊരാളെ കൂടി ഹെൻറി കാണുന്നുണ്ട്. ഹെൻറിയുടെ കമ്പനിയിൽ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആളാണ്. അയാൾ ഒരു മൈനിങ് ബിസിനസ്സുമായിട്ട്, ഖനനവുമായി ബന്ധപ്പെട്ട ബിസിനസ്സായിട്ടാണ് ലണ്ടനിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ ആ ബിസിനസ് വിജയിക്കുകയൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അയാൾ പറയുന്നു. ഡിസ്പൈറ്റ് ലോയിഡ്സ് എഫേർട്സ്, ഹി കാൺ ഫൈൻഡ് ഇൻവെസ്റ്റേഴ്സ് ഓർ സെൽ ഷെയർസ്. അപ്പോൾ ലോയിഡ് പറയുന്നത് ഞാൻ ഈ ബിസിനസ് പ്ലാനായിട്ട് ഇവിടെ വന്നത് വെറുതെയായി, വരണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാനോ ഷെയർ വിൽക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല എന്നുള്ള അയാളുടെ സങ്കടങ്ങൾ ലോയിഡ് ഇങ്ങനെ ഹെൻറിയോട് പറയുകയാണ്. ഡെസ്പെറേറ്റ്, ഹി ബെഗ്സ് ഹെൻറി ഫോർ ഹെൽപ്പ്. അപ്പോൾ ലോയിഡ് നോക്കുന്ന സമയത്ത് ഹെൻറി ഇവിടെ വലിയ പൈസക്കാരനായിട്ടാണ് ലണ്ടനിൽ ജീവിക്കുന്നത്, അപ്പോൾ എൻ്റെ കമ്പനിയിൽ കൂടി ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് എന്നെയും കൂടി ഒന്ന് സഹായിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ലോയിഡ് ഹെൻറിയോട് അങ്ങനെ അപേക്ഷിക്കുന്നു. Henry suggests a plan. He endorses Lloyd's business, attracting investors solely through his reputation. അപ്പോൾ ഹെൻറിക്ക് സ്വാഭാവികമായിട്ടും ഈ പൈസ എടുത്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, കാരണം തിരിച്ചു കൊടുക്കാനുള്ള പൈസയാണ്. പക്ഷേ വേറൊരു പ്ലാനാണ് ഹെൻറി പറയുന്നത്. ഒരു കാര്യം ചെയ്യൂ, ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ പോയിട്ട് ഞാൻ ഈ ബിസിനസ്സിലുണ്ട് എന്നുള്ള കാര്യം പറയൂ, ഞാനും കൂടി ഈ ബിസിനസ്സിലുണ്ട് എന്ന് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളൊക്കെ വന്ന് ഷെയർ വാങ്ങിക്കോളും എന്നാണ് ഹെൻറി പറയുന്നത്. Then the scheme works brilliantly as investors flock to the venture and the two split the profits, making Henry genuinely wealthy. അപ്പോൾ ഈ പ്ലാൻ വിജയിക്കുന്നു.
ലോയിഡ് എല്ലാവരുടെ അടുത്തും പറയുന്നത് നമ്മുടെ ഹെൻറിക്ക് ഈ ബിസിനസ്സിൽ പങ്കുണ്ട് എന്നാണ്. അപ്പോൾ ആളുകൾ ഹെൻറിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, ആ ബിസിനസ്സിൽ പങ്കുണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണല്ലോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അതെ എന്ന് ഹെൻറിയും പറയുന്നു. ആ രീതിയിൽ കൂടുതൽ ആളുകൾ ആ ഒരു കമ്പനിയുടെ ഷെയറുകൾ വാങ്ങുകയും അങ്ങനെ അവർക്ക് ലാഭം ഉണ്ടാവുകയും ചെയ്യുന്നു. കിട്ടിയ ലാഭം അവർ പങ്കുവയ്ക്കുകയും ഹെൻറി അങ്ങനെ ഈ നോട്ട് കൊടുക്കുന്ന ദിവസം ആവുന്നതിന് മുമ്പ് തന്നെ സ്വന്തമായിട്ട് ഒരു ലക്ഷപ്രഭുവൊക്കെ ആവുന്ന രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. ആഫ്റ്റർ ദ 30-day പീരീഡ് ഹെൻറി വിസിറ്റ്സ് ദ ബ്രദേഴ്സ് വിത്ത് പോർഷ്യ. അങ്ങനെ 30 ദിവസങ്ങൾക്ക് ശേഷം ഈ നോട്ട് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൻറി ബ്രദേഴ്സിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. പോർഷ്യയും അയാളുടെ കൂടെയുണ്ട്. They see he has not only survived but gained wealth and status through his association with the note. അങ്ങനെ അവർ നോക്കുന്ന സമയത്ത് ഇയാൾ 30 ദിവസം ഈ നോട്ട് വെച്ചിട്ട് ജീവിച്ചു എന്ന് മാത്രമല്ല, ഇയാൾ അത് ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ട് സമ്പാദിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അവർ കാണുന്നത്. ഹെൻറി ഡിക്ലെയർസ് ഹി നോ ലോങ്ങർ നീഡ്സ് ദെയർ ഗിഫ്റ്റ് ഓർ എ ജോബ്. അപ്പോൾ ഹെൻറി പറയുന്നു, ഈ ഒരു അവസരം തന്നതിൽ നന്ദിയൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളുടെ ഗിഫ്റ്റും അതുപോലെ ജോലിയൊന്നും എനിക്ക് വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു മൈനിങ് കമ്പനിയിൽ ഷെയറൊക്കെ ആയിട്ട് ഇപ്പോൾ സ്വന്തമായിട്ട് വരുമാനമുള്ള രീതിയിലേക്ക് ഹെൻറി മാറിയിരിക്കുന്നു. ഇൻ എ ട്വിസ്റ്റ്, പോർഷ്യ ഈസ് റിവീൽഡ് ടു ബി ദ സ്റ്റെപ്പ് ഡോട്ടർ ഓഫ് ദ ബ്രദർ ഹൂ വൺ ദ ബെറ്റ്. ഈ സമയത്താണ് നമ്മുടെ സ്റ്റോറിയിലെ ലാസ്റ്റ് ട്വിസ്റ്റ് വരുന്നത്. ഹെൻറി പ്രണയത്തിലായിരിക്കുന്ന പോർഷ്യ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ബെറ്റ് വെച്ചിട്ടുള്ള ബ്രദേഴ്സിലെ ഒരാളുടെ സ്റ്റെപ്പ് ഡോട്ടർ ആണെന്നുള്ള കാര്യം അവിടെ വെച്ചിട്ട് ഹെൻറിക്ക് മനസ്സിലാവുന്നു. ഹെൻറി ആസ്ക്സ് ടു മാരി ഹെർ ആൻഡ് ദ ബ്രദർ അഗ്രീസ്. അപ്പോൾ ഹെൻറി അവളെ വിവാഹം ചെയ്തു തരുമോ എന്ന് ആ ബ്രദറിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അവർ സമ്മതിക്കുകയും ചെയ്യുന്നു. ദ വെഡ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ലൈഫ് കീപ്പിംഗ് ദ ക്യാൻസൽഡ് നോട്ട് ആസ് എ സോനിയർ. അങ്ങനെ അവർ വിവാഹം കഴിക്കുകയും പുതിയൊരു ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. ഈ ബ്രദർ ആണെങ്കിൽ ബാങ്കിൽ പോയിട്ട് ആ നോട്ട് ക്യാൻസൽ ചെയ്യുന്നു, അതിന് ചേഞ്ച് വാങ്ങിയിട്ട് ആ നോട്ട് ക്യാൻസൽ ചെയ്യുന്നു. അങ്ങനെ വാല്യൂ ഇല്ലാത്ത ക്യാൻസൽഡ് ആയിട്ടുള്ള ആ നോട്ട് ഒരു സൂനിയർ പോലെ ഇങ്ങനെ അവർ ഫ്രെയിം ചെയ്തിട്ട് ഇങ്ങനെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് അവരുടെ പുതിയ ജീവിതം ആരംഭിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ സ്റ്റോറിയിൽ കാണുന്നത്. ഒരു ഭിക്ഷക്കാരനെ പോലെ ഉണ്ടായിരുന്ന ഹെൻറി, അയാളുടെ കയ്യിൽ ഒരു 1 മില്യൺ പൗണ്ടിൻ്റെ നോട്ട് വന്ന സമയത്ത് അയാളെ ഒരുപാട് ആളുകൾ ബഹുമാനിക്കുകയും അയാൾക്ക് വേണ്ടത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ആ പൈസ ചെലവാക്കേണ്ട ആവശ്യം അവിടെ ആൾക്ക് വരുന്നില്ല. അപ്പോൾ ഈ സമൂഹത്തിൽ സമ്പത്തുള്ള ആളുകളെ എല്ലാവരും ബഹുമാനിക്കുകയും അതുപോലെ ആരാധിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് മാർക്ക് ട്വെയിൻ ഈ സ്റ്റോറിയിലൂടെ അവതരിപ്പിക്കുന്നത്. അതുകൂടാതെ ഈ പൈസ ചെലവാക്കുക പോലും ചെയ്യാതെയാണ് ഹെൻറി അവസാനം ബിസിനസ് തുടങ്ങുകയും അതുപോലെ തന്നെ സമ്പത്ത് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ സമയത്തൊക്കെ അയാളൊരു പൈസക്കാരനാണ് എന്നുള്ളൊരു പേര് മാത്രമാണ് അയാൾ അവിടെ ഉപയോഗിക്കുന്നതും, മറിച്ച് പൈസ അയാൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ പണത്തിന് അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പണമുള്ള ആളുകൾക്ക് ഇതുപോലെ ബഹുമാനവും ആദരവും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയിൽ മാർക്ക് ട്വെയിൻ ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റോറിയിൽ നോട്ട്സിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.